സി കെ അഭിലാൽ കൂടിയുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പമാണ് അഭിലാൽ ഉള്ളത്. അഭിലാൽ, ഘോഷയാത്ര എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? ശരത വഴികളാകെ ഭക്തിസാന്ദ്രമായിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന ഓരോ മേഖലയിലും നൂറുകണക്കിന് ആളുകളാണ് കണ്ട് വണങ്ങാനും അനുഗ്രഹം തേടാനുമായി കാത്തിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസത്തെ അതിൻ്റെ യാത്ര അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. വടശ്ശേരിക്കര, പെരുന്നാട്, കൂനങ്കര മേഖലകൾ പിന്നിട്ട് ലാഹ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഏറെക്കുറെ 4.5 കിലോമീറ്റർ ദൂരമാണ്. അല്പം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരമ്പരാഗത പാതയിലൂടെയാണ് പിന്നീട് ലാഹ മേഖലയിലേക്കുള്ള സന്ദർശനം. ഏറെക്കുറെ 9:30 ലാഹയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെയാണ് ഇന്നത്തെ താവളം. തുടർന്ന് 3-ാം ദിവസം പുലർച്ചെ, അതായത് നാളെ പുലർച്ചെ 2:30 ലാഹ വനംവകുപ്പ് സത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയുടെ ആരംഭം ഉണ്ടാകും. തുടർന്ന് നിലയ്ക്കൽ, അട്ടത്തോട് മേഖലകൾ പിന്നിട്ട് ഉച്ചയോടുകൂടി വലിയാരവട്ടം, ചെറിയാരവട്ടം ഇടങ്ങളിൽ എത്തി അവിടുത്തെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 5:30 സന്നിധാന മേഖലയ്ക്ക് സമീപം എത്തുമ്പോൾ അവിടെയാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാന മേഖലയിലേക്ക് അടുക്കുന്നതോടുകൂടി ആ മേഖലയിൽ ആകെ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക. എന്തായാലും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് എല്ലാ മേഖലയിലും നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വലിയ സ്വീകരണങ്ങളുണ്ട്. ശബരിമല പാതയിലൂടെയുള്ള തീർത്ഥാടകരും നിരവധിയായി ആളുകൾ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടുന്നുണ്ട്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.